തുടർച്ചയായി രണ്ടാം മാസവും വേതനം മുടങ്ങിയതോടെ മുൻകൂർ പണമടച്ച് ഭക്ഷ്യസാധനങ്ങൾ വാങ്ങില്ലെന്ന നിലപാടിലെത്തിയിരിക്കുന്നു റേഷൻ വ്യാപാരികൾ. ദൈനംദിന ചെലവുകൾക്കായി പണം കടം വാങ്ങിയാണ് ഭൂരിഭാഗം വ്യാപാരികളും കടകൾ പ്രവർത്തിപ്പിക്കുന്നത്. കോഴിക്കോട് നിന്ന് സിനോജ് തോമസ് തയ്യാറാക്കിയ റിപ്പോർട്ടുകൾ. മാർച്ച് ഏപ്രിൽ മാസത്തെ വേതനമാണ് റേഷൻ വ്യാപാരികൾക്ക് ലഭിക്കാനുള്ളത്. സ്കൂൾ തുറക്കാനായി ഈ അവധിക്കാലത്ത് ഒരു ടൂർ പോലും പോകാൻ കഴിഞ്ഞില്ലെന്ന പരാതി മക്കൾ പറയുന്നതായി റേഷൻ വ്യാപാരികൾ പറയുന്നു. കടയുടെ വാടക കൊടുക്കണം, വൈദ്യുതിയുടെ ബില്ല് കൊടുക്കണം, അങ്ങനെ വലിയ രീതിയിലുള്ള ബാധ്യത വ്യാപാരികൾക്കുണ്ട്. വലിയ പ്രതിസന്ധിയാണോ? 2 മാസമായില്ലേ ഒരു ജോലി എടുത്തിട്ട് സർക്കാർ ഉദ്യോഗസ്ഥന്മാർക്ക് കറക്റ്റ് ടൈമിന് ശമ്പളം കിട്ടും. റേഷൻ വ്യാപാരികൾ മാത്രം കേരളത്തിലെ ഏകദേശം 95-96 ലക്ഷം കുടുംബങ്ങൾക്ക് റേഷൻ നൽകുന്ന, സർക്കാർ പ്രഖ്യാപിക്കുന്ന സാധനം യഥാസമയം നൽകുന്ന, അതാണ് ജനങ്ങളുടെ പട്ടിണി മാറ്റുന്ന ഈ സംവിധാനത്തിൽ ജോലി ചെയ്യുന്ന റേഷൻ വ്യാപാരികൾ എന്തുകൊണ്ട് ഞങ്ങൾ അവഗണിക്കപ്പെടുന്നു? ഞങ്ങൾ എപ്പോഴും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, അവഗണന മാത്രം. ഒരു മാസം പണിയെടുത്ത് ഞങ്ങൾ നാളെ തരണം എന്ന് പറയുന്നില്ല, 15-ാം തീയതിനുള്ളിൽ പൈസ തരണം ഞങ്ങൾ പറഞ്ഞത്. ഇപ്പം 2 മാസമായി ഞങ്ങൾക്ക് പൈസ കിട്ടില്ല. എന്തെല്ലാം, ഒരു ജീവനക്കാരുണ്ട്, ഓൻ്റെ കൂലി കൊടുക്കണം, കറണ്ട് ചാർജ് കൊടുക്കണം, ഇതിൻ്റെ വാടക കൊടുക്കണം, ഇതൊക്കെ ഇതിൽ നിന്ന് വേണം കൊടുക്കാൻ. പിന്നെ ഞങ്ങൾ സ്കൂൾ തുറക്കാനായി, ഞങ്ങളെ മക്കളെ സ്ഥിതി എന്താ? മക്കളെ സ്കൂൾ ചേർത്തണം, പുസ്തകം വാങ്ങണം, യൂണിഫോം വാങ്ങണം. ഈ ഒരു ഓണം, ഈ അവധിക്കാലത്ത് എല്ലാ ഉദ്യോഗസ്ഥന്മാരും ഉൾപ്പെടെയുള്ള ഒരു ടൂറൊക്കെ പോയില്ലേ മക്കളൊക്കെ ആയിട്ട്? ഞങ്ങളെ മക്കൾക്ക് ഒരു ആഗ്രഹമില്ലേ? അതും നടക്കുന്നില്ല. നിങ്ങൾ പറഞ്ഞത് ശരിയാണ്, അതും നടക്കുന്നില്ല. പിന്നെ 2 മാസത്തെ അരി കൊടുക്കാൻ പറഞ്ഞു, ഞങ്ങളത് കൊടുത്തു. അതെടുക്കാൻ പൈസ വേണം. മണ്ണെണ്ണ ഒരു ബാരൽ മണ്ണെണ്ണ എടുക്കണേ എത്ര റുപ്യാണ്? 10-30,000 റുപ്യ വേണം. അരി എടുക്കാൻ പൈസ വേണം. ഇതിനൊക്കെ പണം മുടക്കണം. അതിനിടയിലാണ് ഉദ്യോഗസ്ഥന്മാർ പണം അടച്ചാലേ ഞങ്ങൾക്ക് അരി തരുള്ളൂ, ഞങ്ങൾ അടയ്ക്കൂല, ഞങ്ങളുടെ പണം കിട്ടിയാലേ ഞങ്ങൾ ഇനി പൈസ അടയ്ക്കുള്ളൂ. മുൻകൂർ പണം അടയ്ക്കുന്ന പരിപാടിയില്ല. പൈസ തരാതെ നിങ്ങൾ എടുക്കുക എന്ന് പറഞ്ഞാൽ ഞങ്ങളെ സംബന്ധിച്ചോളൂ സാധ്യമല്ല. കാരണം എന്താ പറയുന്നത് ഉദ്യോഗസ്ഥര്? അത് ധനവകുപ്പ് നിന്ന് പുതിയത് വന്നിട്ടില്ല എന്നാ പറഞ്ഞത്. ഇതൊന്നും ഞങ്ങൾക്ക് ബാക്കി എല്ലാ കാര്യത്തിനും പൈസ വകയിരുത്തുമ്പോൾ കേരളത്തിലെ പൊതുവിതരണ രംഗത്ത് സേവനം തന്നെ ചെയ്യുന്ന വ്യാപാരികൾക്ക് മാത്രം സമയത്തിന് പണം കൊടുക്കാനില്ല എന്ന് പറയുന്ന ഈ നടപടി യോജിക്കാൻ കഴിയില്ല. ഏതായാലും തെരഞ്ഞെടുപ്പായതുകൊണ്ട് തന്നെ പെരുമാറ്റച്ചട്ടം നിലവിലുണ്ട്. കണ്ടറിഞ്ഞ് കാര്യങ്ങൾ ചെയ്യേണ്ട ഉദ്യോഗസ്ഥരും അനങ്ങുന്നില്ലെന്നാണ് പരാതി. കോഴിക്കോട് നിന്ന് വീഡിയോ ജേർണലിസ്റ്റ് മഹേഷ് കുമാറിനൊപ്പം റിപ്പോർട്ടർ സിനോജ് തോമസ്. റിപ്പോർട്ടർ.